ഇപ്പം നടക്കുന്ന മൊത്തം ചർച്ചകൾ എടുത്ത് പരിശോധിച്ചാലും മാധ്യമങ്ങളുടെ റിപ്പോർട്ട് എടുത്ത് പരിശോധിച്ചാലും മാധ്യമങ്ങളുടെ തലക്കെട്ടിൽ എന്താണ്? സ്വർണ്ണപ്പാളി. നമ്മൾ പോലും ആദ്യം കൊടുത്തത് സ്വർണ്ണപ്പാളി വിവാദം എന്നതാണല്ലോ നമ്മൾ തുടങ്ങി വെക്കുന്നത്. അപ്പോൾ ഈ സ്വർണ്ണപ്പാളി എന്ന് പറയുമ്പോൾ ആ ശബരിമലയുടെ ദൃശ്യവും സ്വർണ്ണപ്പാളി എന്നുകൂടെ കേൾക്കുമ്പം നമ്മളുടെ മനസ്സിലുണ്ടാവുന്നത് എന്താണ്? അങ്ങനെ ആ ഒരു ദ്വാരപാലകൻ ഇങ്ങനെ ആകെപ്പാടെ സ്വർണ്ണത്തിൽ കുളിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അതാണ് ഇതിൻ്റെ അകത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ആകെപ്പാടെ ഈ ദ്വാരപാലകനെ അപ്പാടെ പൂശിയിരിക്കുന്ന സ്വർണത്തിൻ്റെ അളവ് എന്നത് ഇപ്പോൾ ദേവസ്വം ബോർഡ് പറയുന്ന കണക്ക് അനുസരിച്ചാണെങ്കിൽ, അത് മാത്രമല്ല അവിടെ രേഖപ്പെടുത്തിയ കണക്ക് അനുസരിച്ച് ആണെങ്കിൽ, അത് മുമ്പ് തന്നെ ഈ ഏതാണ്ട് 50 പവനിൽ താഴെയുള്ളൂ. 50 പവനിൽ താഴെ, അതായത് 4.5 കിലോ കാണാതായി എന്ന ചർച്ച നടക്കുന്ന ഈ സംഗതിയിൽ ആകെപ്പാടെ ഉള്ളത് 50 പവൻ സ്വർണ്ണമാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. 4.5 കിലോ പോയിരിക്കുന്നത് സ്വർണ്ണമല്ല. അതുമാത്രമല്ല, അത് ഈ പറഞ്ഞതുപോലെ ചെമ്പ് അല്ലെങ്കിൽ പിത്തളയോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു അങ്ങനെ പൊതിഞ്ഞിരിക്കുന്നതാണ് മുമ്പുണ്ടായിരുന്ന സംഗതി. അപ്പോൾ ഈ ദ്വാരപാലകരെ പൊതിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ പൂശിയ സ്വർണത്തിൻ്റെ അളവ് എന്നത് 49 പവനും കുറച്ചുകൂടി, അതായത് 50 പവനിൽ താഴെയാണ് മൊത്തം പൂശിയിരിക്കുന്നത് സംഗതി. വലിയതാണ്. അപ്പോൾ അതെ. പക്ഷേ നമ്മൾ അതല്ല ഇതിനകത്ത് ഉണ്ടാവുന്ന ചർച്ചയിലൊരു പ്രശ്നം. മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്ങിലും പിന്നീട് വരുന്ന ചർച്ചകളിലുമെല്ലാം എത്രയോ സ്വർണം കാണാതെ പോയിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും മൂല്യമുള്ളത് തന്നെയാണ്. അതിനകത്ത് അല്ലല്ല 50 പവൻ പോയിട്ടില്ലല്ലോ. അല്ല 49 ആണല്ലോ ആകെയുള്ളൂ. അല്ല, അതിനകത്ത് 4.5 കിലോ പോയി എന്നുള്ള ഒരു പോയിന്റ് ഇതിന്റെ ചർച്ചയ്ക്കുണ്ട്. അതിനകത്തൊരു ക്ലാരിറ്റി വേണം. 4.5 കിലോ സ്വർണ്ണം അല്ല പോയിരിക്കുന്നത്. അതിലാകെ ഉണ്ടായിരുന്നത് 50 പവൻ സ്വർണ്ണത്തിൽ താഴെയാണ്. അപ്പൊ ആ ഒരു ക്ലാരിറ്റി അല്ല, അതങ്ങനെയാണെങ്കിൽ അതായത് 50 പവൻ വെച്ചാൽ 1 ലക്ഷത്തിനടുത്താണ് ഒരു പവന്. അതല്ല, 50 പവനിൽ എത്ര പോയി? 2 പവൻ പോയാലും അല്ല, 2 ലക്ഷമായി. ആയിക്കോട്ടെ. ഇത് ഞാൻ പറഞ്ഞത് ഇത് മറ്റേ ഈന്തപ്പഴത്തിനകത്ത് സ്വർണം പോയ പോലെയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ആരോപണം. കാരണം ഇന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറയുമ്പോഴും കള്ളൻ എന്നാണ് പ്രശാന്തിനെ ആ നിലയ്ക്കാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അതായത് ഹർഷം പറയുന്ന പോയിന്റ് എനിക്ക് പിടികിട്ടുന്നു. പക്ഷെ കേൾക്കുന്ന ആളുകൾ അതിന്റെ ഗൗരവം കുറക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അതായത് ഇതിനകത്ത് ഈ നമ്മളൊരു പൊതുസ്ഥലത്തേക്ക്, അതും ഒരു ദേവസ്ഥാനത്തേക്ക് കൊടുത്തിരിക്കുന്ന 1 പവനാണെങ്കിൽ 1 പവൻ പോയാൽ അത് ഗൗരവതരമായ മൊത്തം പറയട്ടെ. അതായത് ഇതിൽ അവിടെ ഒരു വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതെന്താ വീഴ്ച എന്നറിയോ? അത് ഇപ്പോഴുള്ള വീഴ്ചയല്ല, കാലങ്ങളായി അവിടെ നടക്കുന്ന വീഴ്ച. കൃത്യമായി രേഖപ്പെടുത്തുന്നില്ല, ഇത് ഡിജിറ്റലായി സൂക്ഷിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള, അതായത് ഇതിന്റെ രേഖകൾ ഡിജിറ്റലായി സൂക്ഷിക്കുന്നില്ല. ഇത് കൈകാര്യം ചെയ്യുന്നതിൽ ഈ പാളിച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായി ഉത്തരം പറയണം ദേവസ്വം ബോർഡ്.